എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് പരീക്ഷയ്ക്ക് തോറ്റ, അല്ലാതെ എന്ത് സംഭവിക്കാനല്ലേ? ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് തോറ്റു പോകും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തിൽ ട്രൈ ചെയ്യണം, അതേ നടക്കത്തുള്ളൂ. അടുത്ത വർഷം ആകുമ്പോൾ പിന്നെ ഇങ്ങനെ മാന്താണ്, പിന്നെ അടുത്ത വർഷം കൊല്ലം പൊക്കോണ്ടിരിക്കും. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവാം, മാന്തിച്ചിരി കുറയ്ക്കുക കേട്ടോ. അപ്പം ഒരു ക്ലാസ്സിലെ ഏതാണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി എത്രയാ? 10. പുതിയതായിട്ട് ഒരാളും കൂടെ വന്നപ്പോൾ 11. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ 5 സെക്കൻഡ് മതി. ഇപ്പോൾ ഉള്ള എണ്ണം ഇപ്പൊ എത്ര പേരുണ്ട്? 40 പേര്. പുതിയ വന്ന ശരാശരി, ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരിയിൽ എന്ത് മാറ്റം? 1ന്റെ മാറ്റം. പുതിയ ശരാശരി വയസ്സ്, പുതിയതായിട്ട് വന്ന ആളുടെ വയസ്സ് 51. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ഒരാളാണ് വന്നേക്കുന്നത്, ഒരു ശരാശരിയാണ് കൂടിയേക്കുന്നതെങ്കിൽ ആദ്യമുള്ള ആളുകളുടെ എണ്ണവും പുതിയ ശരാശരിയുടെ കൂട്ടിയ ആൻസർ കിട്ടും. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യമുള്ള ആളുകളുടെ എണ്ണവും പുതിയ ശരാശരി. 5 സെക്കൻഡ് മതി. നമ്മുടെ ഈ മെത്തേഡിൽ പഠിച്ച 5 സെക്കൻഡ് മതി. അപ്പൊ മുകളിലൊന്ന് നോക്കിയേ. മുകളിൽ ഞാൻ